നമസ്കാരം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സഖാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സഞ്ചാരം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന വിധത്തിൽ വളരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരാളാണ് വി ഡി സതീശൻ. ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ വി ഡി സതീശൻ ചില നിലപാടുകൾ, ചില നടപടികൾ തുടക്കത്തിലെ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് വളരെ സന്തോഷം. കാരണം ജനപ്രതിനിധികളാണ് ഇവിടുത്തെ MLA ആയാലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും അവർക്ക് ജനങ്ങളുടെ ഇടയിലൂടെ പേടിയില്ലാതെ സഞ്ചരിക്കാൻ കഴിയണം. എന്തിനാണ് ജനങ്ങളെ പേടിച്ച് യാത്ര ചെയ്യേണ്ട ആവശ്യം? ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടവർക്ക് എന്തിനാ അവർ ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടാനാണെങ്കിൽ എന്തിനാണ് അവർ സ്ഥാനത്തേക്ക് ഇരിക്കുന്നത്? ഇനി പ്രതിപക്ഷങ്ങളുടെ പ്രതിയോഗികളുടെ സമരമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ കഴിയുമല്ലോ. അവർ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെ യഥാവധി പരിഗണിക്കാത്തത് കൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിതടയൽ സമരമോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കരിങ്കൊടി സമരമോ ഒക്കെ ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേരെ വരും. ആ സമയത്ത് ചാണ്ടി ഉമ്മൻ സ്റ്റൈൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ചാണ്ടി ഉമ്മന്റെ അറിയാലോ, BJP പ്രവർത്തകർ അദ്ദേഹത്തിനെ ഉപരോധിക്കാൻ ചെന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇങ്ങനെ തെരുവിൽ കിടന്ന് തല്ലുകൂടിയിട്ടോ മറ്റു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആ നിലപാട് വി ഡി സതീശനും എടുക്കാം. ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അത്. അത്തരത്തിൽ എവിടെയെങ്കിലും വി ഡി സതീശനെ വഴിതടയുകയോ ഇനി അല്ലെങ്കിൽ കരിങ്കുടി കാണിക്കുകയോ ചെയ്യുന്ന പക്ഷം അവിടെ ഇറങ്ങിയിട്ട് അവരോട് സൗഹൃദപൂർവ്വം ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങളുടെ പ്രശ്നം എന്താണ് പരിഹരിക്കപ്പെടാൻ കഴിയാത്തത്? എന്തെങ്കിലും ഒരു വിഷയം പരിഗണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അവിടെ വെച്ച് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. അവരോട് പറയാം, നിങ്ങൾ സമരം നിർത്ത്, നാളെ ഇത്ര മണിക്ക് നിങ്ങളുടെ പ്രതിനിധികൾ വാ, നമുക്ക് സംസാരിച്ചിട്ട് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം. അത്തരത്തിലൊരു തീരുമാനം ആവശ്യമാണ്. പക്ഷെ അത്തരത്തിൽ ആവശ്യപ്പെടുന്ന തീരുമാനങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാകരുത്. ന്യായമായ ആവശ്യങ്ങൾ, നടപ്പിലാക്കാൻ കഴിയുന്ന ആവശ്യങ്ങൾ മാത്രമേ പ്രതിപക്ഷവും അത് അവതരിപ്പിക്കാവൂ. ഏതായാലും വി ഡി സതീശൻ എടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നിലപാട് നല്ലൊരു നിലപാടാണ്. ഒരു ഫയർ എഞ്ചിന്, കുറെ ആംബുലൻസുകള്, പിന്നെ തോക്കേന്തിയ കുറെ ഗുണ്ടകള്, അങ്ങനെ കുറെ എണ്ണം ഇത്തരത്തിൽ ചില ഗുണ്ടകൾ തല്ലിയിട്ടുള്ള ആൾക്കാർ പലരും MLA-മാരെ അറിയാലോ, രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ MLA-മാരെ തല്ലിയ ഗുണ്ടകൾക്ക് ഏതായാലും പണി കിട്ടുന്ന ഉറപ്പാണ്. അതൊരു മറ്റു വിഷയം, നമുക്ക് സംസാരിക്കാം. ഏതായാലും അത്തരത്തിലൊരു ഗുണ്ടാ പ്രവർത്തനം വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നും പാലറ്റീവ് എസ്കോർട്ടും തന്നെ വേണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പോലീസുകാർ പറഞ്ഞെന്നാ പറയണേ. അതുകൊണ്ട് അത് മാത്രം ഒന്ന് വെച്ചുകൊണ്ട് ബാക്കിയുള്ള സകല കലാപരിപാടികളും ഒഴിവാക്കുക. അതായത് മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടി ജനങ്ങളുടെ വഴി തടസ്സപ്പെടുത്തുന്ന സംവിധാനം ഇനി വേണ്ട. അവിടെ മണിക്കൂറുകളോട് തടഞ്ഞിടുക. നമുക്കറിയാലോ, ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടിയിട്ട് ആംബുലൻസിനെ അടക്കം തടഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ എന്ത് തെമ്മാടിത്തരമാണ്! ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ കയറിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയും വേണ്ട എന്ന് തുടക്കത്തിലെ തന്നെ വി ഡി സതീശന്റെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഒന്ന് അഭിനന്ദിക്കണം. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒന്ന് അഭിനന്ദിക്കുന്നതൊക്കെ നല്ലതാണ്. 40 വാഹനങ്ങൾ, ആ വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം, കുരുക്കുകൾ എന്തൊക്കെയാണ്! മാത്രമല്ല അപകടങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ടു, ഒരു വാഹനം ഇടിച്ചു, അതിന്റെ പിന്നിൽ പടപടയെന്ന് വാഹനങ്ങൾ ഇടിക്കുന്നത് കണ്ടു. എന്താണ്? മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്ത ഒരു സ്ത്രീ, അവർക്ക് റൈറ്റ് സൈഡിലേക്ക് കടന്നു പോകാൻ വേണ്ടി അവർ ലൈൻ ഒപ്പിച്ച് നിർത്തി, വാഹനം കടന്നുപോയ ശേഷം അവർ കടന്നുപോയി. പക്ഷെ ഇവിടെ അവരുടെ പിന്നിൽ അവർ തട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ചവിട്ടി സകല ട്രാഫിക് നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പിന്നാലെ വരുന്ന വാഹനങ്ങൾ പിന്നിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. ഇത് നിയമം പാലിക്കുന്നവർ തന്നെ നിയമലംഘനം നടത്തിയതുകൊണ്ടുള്ള കാര്യമാണ്. പിന്നെ ആ സ്ത്രീ അന്വേഷിക്കുന്നത് കണ്ടു, തൂക്കിക്കൊന്നും ആവോ, ഏതായാലും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള കലാപരിപാടികളൊന്നും വേണ്ട. ഒരു പൈലറ്റ് എസ്കോർട്ട് മുഖ്യമന്ത്രി പോകുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം ഒന്ന് മതി. അവരൊന്ന് വഴിമാറി കൊടുക്കും, അത് മതി. അല്ലാതെ വഴി തടസ്സപ്പെടുത്തിയിട്ടുള്ള യാതൊന്നും വേണ്ട എന്ന് വി ഡി സതീശൻ തുടക്കത്തിലെ തന്നെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ആ തീരുമാനമെടുത്തു. അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ചു, അത് നടപ്പിലാക്കുകയാണ് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒന്ന് ഉറപ്പിച്ചു പറയാനുള്ളത്, ഇത് കയ്യടി നേടാനുള്ള വെറും സൂത്രപ്പണിയാകരുത്. പല കാര്യങ്ങളും കയറുമ്പോൾ പുത്തനച്ചി പെറുപ്പുറം തൂക്കും എന്ന് പറയുന്നത് പോലെയുള്ള ചില നാടകങ്ങളുണ്ട്. അത്തരത്തിലുള്ള നാടകമാകരുത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് അദ്ദേഹം. ഇതിനു മുമ്പ് പല ആവർത്തി മന്ത്രിയാകാൻ ചാൻസ് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, പക്ഷെ തടയപ്പെട്ടു. ഗോഡ് ഫാദർ ഇല്ല, അതാണ് അതിന്റെ കാരണം. അത് ഉമ്മൻചാണ്ടി ആയാലും അതിനപ്പുറത്ത് കെ കരുണാകരനായാലും ആന്റണി ആയാലും ആരായാലും അവരുടെ ആരെയും സാറേ വിളിക്കാൻ വി ഡി സതീശൻ പോയിട്ടില്ല എന്നതുകൊണ്ട് ഇപ്പൊ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ പോലും സതീശനെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലായിരുന്നു. പക്ഷെ
സതീശനെ ജനങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് മാത്രം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ആ ഒരു ക്വാളിറ്റി ജനങ്ങൾക്ക് വേണ്ടി പാലിക്കാൻ വി ഡി സതീശൻ തയ്യാറാകണം. അങ്ങനെ ആദ്യ പടി എന്നോണം തയ്യാറാകുന്നു എന്ന ലക്ഷണം കാണിച്ചതിൽ നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശന് എല്ലാ ഭാവങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷവും അറിയിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.